അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 34 സങ്കീർത്തനം 4 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. അബീമേലെക്കിൻ്റെ മുമ്പിൽ ദാവീദ് അഭയത്തിനായി നിൽക്കുകയാണ്. തൻ്റെ ലക്ഷ്യം ശൗൽ രാജാവിൻ്റെ കയ്യിൽ നിന്നും രക്ഷ നേടുക എന്നതാണ്. ഇസ്രയേൽ രാജ്യത്തെ എവിടെ ഒളിച്ചാലും ശൗൽ കണ്ടുപിടിക്കുമെന്ന് തനിക്കറിയാം. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ശത്രു രാജ്യമായ അബീമേലെക്കിൻ്റെ രാജ്യത്ത് തന്നെ അഭയം തേടുവാൻ താൻ തയ്യാറായി. അപ്പോഴാണ് അബീമേലെക്കിൻ്റെ ഭൃത്യന്മാരുടെ കമൻ്റ് വന്നത്, ഇവൻ ദാവീദല്ലയോ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് വാദിപ്രതിവാദ്യം ചൊല്ലിയത് ഇവനെക്കുറിച്ചല്ലയോ എന്നായിരുന്നു ആ കമൻ്റ്. അക്ഷരാർത്ഥത്തിൽ ദാവീദ് ഞെട്ടിപ്പോയി. കാരണം അവനെ തിരിച്ചറിയാതിരിക്കുവാൻ ചില പൊടിക്കൈകളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അവൻ്റെ പൊടിക്കൈകളൊന്നും ചിലവായില്ല എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അവൻ തിരിച്ചറിയപ്പെട്ടു. താൻ പിടിക്കപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ ഭയം അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു. കരടിയുടെ മുമ്പിൽ ഭയപ്പെടാതിരുന്നവൻ, സിംഹത്തിൻ്റെയും ഗോലിയാത്തിൻ്റെയും മുമ്പിൽ ഭയപ്പെടാതിരുന്നവൻ ഇവിടെ ഇതാ പേടിച്ച് വിറയ്ക്കുകയാണ്. കാര്യങ്ങൾ പ്രതികൂലത്തിൽ എത്തിപ്പെട്ടെന്ന് താൻ മനസ്സിലാക്കി. തൻ്റെ അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചു. അപ്പോഴാണ് അവൻ തൻ്റെ ദൈവത്തെ ഓർത്തത്. ഹൃദയം നുറുങ്ങി അവൻ ആ കഷ്ടതയുടെ നിമിഷം അവൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ മറുപടി കൊടുക്കുന്നവനായ അവൻ്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ച അതേ നിമിഷം തന്നെ ആരെയാണോ ദാവീദ് ഭയപ്പെട്ടത്, ആ രാജാവ് തന്നെ പറയുകയാണ്, ഇവനൊരു ഭ്രാന്തനെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. ദാവീദിനെ അവർ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അവർ ദാവീദിനെ ഓടിക്കാതെ ദാവീദ് പേടിച്ച് ഓടിയിരുന്നെങ്കിൽ സംഭവം മറ്റൊന്നാകുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഏതെങ്കിലും വിഷയത്തിൽ ഭയപ്പെടുന്ന വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് ഓർക്കാമെങ്കിൽ അവൻ തികഞ്ഞ സ്നേഹമാണ്. തികഞ്ഞ സ്നേഹമാകുന്ന യേശു നമ്മുടെ ഹൃദയത്തിലെ സകല ഭയത്തെയും അടിച്ച് പുറത്താക്കും. എല്ലാ കാലത്തും നമ്മോടുകൂടെ വസിക്കുവാൻ നമ്മോടുകൂടെ ഉള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ വാക്ക് മാറുകയില്ല. കാരണം അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. മനുഷ്യർ പലപ്പോഴും വാക്ക് മാറുന്നതിന് കാരണം വാക്ക് പാലിക്കുവാനുള്ള കഴിവ് അവർക്ക് ഇല്ലാത്തതിനാലാണ്. എന്നാൽ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാനും തന്ന വാഗ്ദാനം നിറവേറ്റുവാനും കഴിവുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. കർമ്മേൽ പർവ്വതത്തിൽ ദൈവത്തെ കൊണ്ട് വീര്യപ്രവൃത്തികൾ ചെയ്യിച്ച ഏലിയാവ് ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ അടിയിൽ മരിക്കുവാനായി കിടക്കുകയാണ്. കാരണം എന്താണെന്നോ? ഇസബേൽ പറഞ്ഞു, നാളെ ഈ സമയത്ത് ഏലിയാവെ, നീ കൊന്ന എൻ്റെ പ്രവാചകന്മാരിൽ ഒരുത്തിനെ പോലെ നീ ആകും. ശ്രദ്ധിക്കുക, ഇന്ന് നിന്നെ കൊല്ലുവാൻ കഴിയാത്ത ഇസബേലിന് നാളെ കൊല്ലുവാൻ കഴിയുകയില്ല. കാരണം നാളെ എന്നത് യഹോവയ്ക്കുള്ളതാണ്. യഹോവ നമുക്ക് നാളെ എന്ന ദിവസം തന്നാലേ നമ്മുടേതാവുകയുള്ളൂ. ഏലിയാവിനെ ദൗത്യങ്ങൾ ഏൽപ്പിക്കുവാൻ ദൈവം അവിടെ കാത്തിരിക്കുകയാണ്. ഏലിയാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വരാത്ത കാര്യം തിരക്കിയപ്പോഴാണ് ദൈവത്തിൻ്റെ കാര്യം മനസ്സിലായത്. ഏലിയാവ് ഇസബേലിൻ്റെ വാക്ക് കേട്ട് പേടിച്ചു വിറച്ച് ചൂരച്ചെടിയുടെ അടിയിൽ കിടക്കുകയാണ് എന്ന്. നമ്മെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം അവനെ വിശ്വസിക്കാത്തതിന് തുല്യമാണ് നമ്മുടെ ഭയം. കഴിഞ്ഞ നാളുകളിൽ നമ്മെ രക്ഷിച്ചവനായ കർത്താവിനെ ഒന്ന് ഓർത്താൽ നമ്മെ ഭയപ്പെടുത്തുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ നാം തിരിച്ചറിയുകയും ധൈര്യത്തിൻ്റെയും യഹോവാഭക്തിയുടെയും ആത്മാവിനെ കണ്ടെത്തുകയും ചെയ്യും. ദാവീദിനെ പോലെ ഉടനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉറപ്പാണ്. നാം നമ്മുടെ ദൗർബല്യങ്ങളെ ഭയപ്പെടുന്നുവെങ്കിൽ 27 സങ്കീർത്തനം 1 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം ഓർക്കുക. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും. നെഹമ്യാവ് 8 അധ്യായം 10 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലം ആകുന്നുവല്ലോ. ഈ ലോക ആഡംബരത്തിലോ
ലോകമോഹങ്ങളിലും നാം സന്തോഷിച്ചാൽ ഭയം നമ്മെ പിടികൂടും തീർച്ച. അതുകൊണ്ട് ക്രിസ്തുവിൽ തന്നെ നാം പ്രമോദിക്കണം. കുടുംബത്തെ എങ്ങനെ പരിപാലിക്കും? കടഭാരം എങ്ങനെ മാറിക്കിട്ടും? ജോലി ലഭിക്കുമോ? മക്കളുടെ വിവാഹം എങ്ങനെ നടക്കും? ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും? ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എങ്ങനെ രക്ഷപ്പെടും എന്നെല്ലാമുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെച്ച് നമ്മെ നിരാശരാക്കുന്നവനാണ് സാത്താൻ. അത് അറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന്. കാരണം അവൻ നമുക്കായി കരുതുന്നു എന്ന് 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിലും, നിങ്ങൾ പ്രത്യാശിക്കുന്ന ഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു എന്ന് 40-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ വിചാരങ്ങൾ വലിയവയാണ്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി വാസം പോലെ മാത്രമേയുള്ളൂ നമ്മുടെ ഈ ലോകവാസം. മരുഭൂമിയിൽ വീട് പണിയുവാനല്ല, കനാൻ ദേശത്ത് പണിതിരിക്കുന്ന വീടുകളിലേക്കാണ് ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. അതുപോലെ തന്നെ യേശു കർത്താവ് നമ്മെയും വിളിച്ച് പാപത്തിൽ നിന്നും വേർതിരിച്ച് രക്ഷിച്ചത് ഈ ഭൂമിയിൽ സ്ഥിരമായി താമസിക്കുവാനല്ല, മറിച്ച് യേശു ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നിത്യഭവനത്തിൽ നമ്മെ പാർപ്പിക്കുവാനാണ്. ആ ഒരു ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നാം പല കാര്യങ്ങളിലും ക്ഷീണിക്കുകയും മടുക്കുകയും ചെയ്യുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ പൗലോസ് എഴുതിയത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ എന്ന്. യേശുവിനെ നാം ധ്യാനിച്ചാൽ ഒത്തിരി ക്ഷീണം നമ്മെ വിട്ടു പോകും. ഒന്നാമതായി യേശു എല്ലാവരാലും കൈവിടപ്പെട്ടവനായി തീർന്നു. ഞാൻ എല്ലാവരാലും കൈവിടപ്പെട്ടു, എനിക്ക് ആരുമില്ല, ഞാൻ അനാഥനാണ് എന്ന് ചിന്തിച്ച് വ്യസനിക്കുന്ന വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? ഓർക്കുക, ആരെല്ലാം നമ്മെ കൈവിട്ടാലും എല്ലാവരാലും കൈവിടപ്പെട്ട കർത്താവായ യേശുവിന് നമ്മെ കൈവിടുവാൻ ഒരിക്കലും കഴിയുകയില്ല. സാമ്പത്തികമായി ഞെരുങ്ങുന്ന ഒരു വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? ഓർക്കുക, സ്വന്തം പ്രസംഗം സാധൂകരിക്കുവാൻ ഒരു നാണയത്തുട്ടോ കരം കൊടുക്കുവാനായി സ്വന്തം പോക്കറ്റിൽ പണമോ ഇല്ലാത്തവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുവാൻ ശക്തി യേശുവിനുണ്ട് എന്ന് നാം ഓർക്കണം. ഒരു വാക്ക് കൊണ്ട് സകലത്തെയും ഉണ്ടാക്കിയവനാണവൻ. അനുസരിച്ച പത്രോസിൻ്റെ പറകുകൾ നിറയെ മത്സ്യം കൊടുത്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. 3 ദിവസമായി തന്നോട് കൂടെയിരുന്ന് പ്രസംഗം കേട്ട് വിശന്നു പൊരിഞ്ഞ വ്യക്തികളെ ഭക്ഷണം കൊടുത്ത് തൃപ്തനാക്കിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. മത്സ്യത്തിൻ്റെ വായിൽ നിന്നും ചതുർദ്രഹ്മപ്പണം എടുപ്പിച്ച് പത്രോസിൻ്റെ പ്രതിസന്ധി മാറ്റിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ ധ്യാനിച്ചാൽ മാറാവുന്ന പ്രതിസന്ധിയെ നമുക്ക് ഉള്ളൂ. പ്രതിസന്ധികളും വ്യസനങ്ങളും നമ്മുടെ ഹൃദയത്തിലിട്ട് നമ്മെ വെപ്രാളം പിടിപ്പിക്കുന്നവൻ ആരാണെന്ന് നാം മനസ്സിലാക്കണം. അവൻ മറ്റാരുമല്ല, പ്രശ്നക്കാരനായ സാത്താൻ തന്നെയാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇറങ്ങി ഓടുവാൻ ഒന്ന് മാത്രം ചെയ്താൽ മതി, യേശുവിനെ ധ്യാനിക്കുക. യേശുവിനെ ധ്യാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നാം ഉറപ്പുവരുത്തണം, നമ്മിൽ ഒരുവിധ പാപവുമില്ല എന്ന്. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണം. യേശുവിൻ്റെ ആത്മാവ് ബലത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മാവാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവ് നമ്മെ വിട്ട് ഓടുവാൻ യഹോവ ഭക്തിയുടെയും ധൈര്യത്തിൻ്റെയും ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ നിന്നും രക്ഷ നേടുവാനുള്ള പോക്കുവഴി കർത്താവ് നമുക്ക് കാണിച്ചു തരും. ആകയാൽ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ബൈബിൾ വായിക്കുവാനും അനുസരിക്കുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും നമുക്ക് ഉത്സാഹിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് പ്രത്യാശ നൽകി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.